Hi dear students, welcome to the new session of Management Theory and Practices. മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് ആണ്. സോ കഴിഞ്ഞ സെഷനുകളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് ആണ്. ക്ലാസിക്കൽ അപ്രോച്ച് പറഞ്ഞു, അതുപോലെ തന്നെ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് പറഞ്ഞു, അതിൽ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷണൽ ഹ്യൂമനിസം ഓർ മോഡേൺ ബിഹേവിയറൽ സ്കൂളിനെ കുറിച്ചാണ്. ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ബിഹേവിയറൽ സ്കൂൾ ഓഫ് നിയോ ക്ലാസിക്കൽ തിയറി. നിയോ ക്ലാസിക്കൽ തിയറിയുടെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നിയോ ക്ലാസിക്കൽ തിയറിയിൽ ബിഹേവിയറൽ സ്കൂൾസ് അല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബിഹേവിയറും അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിയറിയുടെ ഒരു എക്സ്റ്റെൻഡ് വേർഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് മോഡേൺ ബിഹേവിയറൽ സ്കൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് മച്ച് ഇൻ കോമൺ വിത്ത് ബിഹേവിയറൽ സ്കൂൾസ്. ഇതിൽ കുറേ കാര്യങ്ങൾ ബിഹേവിയറൽ സ്കൂൾസുമായിട്ട് ബിഹേവിയറൽ അപ്രോച്ചുമായിട്ട് കോമൺ ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. റിസർച്ചേഴ്സ് ലൈക്ക് ക്രിസ് അരിഗ്രിസ്, ഡഗ്ലസ് മെഗ്രഗർ ആൻഡ് അബ്രഹാം മാസ്ലോ മെൻഷൻഡ് അണ്ടർ ബിഹേവിയറൽ സ്കൂൾസ് ആർ ദ ക്രിയേറ്റേഴ്സ് ഓഫ് ഓർഗനൈസേഷണൽ ഹ്യൂമാനിസം ഓർ മോഡേൺ ബിഹേവിയറൽ സ്കൂൾ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് പറയുന്നത് ഈ പറയപ്പെട്ട എക്സ്പേർട്സുകളാണ് ഇതിൽ കൂടുതലായിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ദി ഫണ്ടമെൻ്റൽ ഫിലോസഫി ഓഫ് ദിസ് സ്കൂൾ ഈസ് ദാറ്റ് ഇൻഡിവിജ്വൽ ഷുഡ് യൂസ് ഓൾ ഓഫ് ദെയർ കപ്പാസിറ്റീസ് ആൻഡ് ക്രിയേറ്റീവ് സ്കിൽസ് അറ്റ് വർക്ക് ആസ് വെൽ ആസ് അറ്റ് ഹോം. സോ ഈ ഒരു ഫിലോസഫി പ്രകാരം അല്ലെങ്കിൽ ഈ തിയറി പ്രകാരം പറയുന്നത്, ഈ ഒരു എക്സ്പേർട്സുകളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഓരോ ഇൻഡിവിജ്വൽസും അവരുടെ ഫുൾ കപ്പാസിറ്റി അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം സ്കിൽസ് ഉണ്ടോ, എത്രമാത്രം ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടോ, എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടോ, അതെല്ലാം അവരുടെ വീട്ടിലും അതുപോലെ തന്നെ അവരുടെ വർക്ക് പ്ലേസിലും അവർ ഉപയോഗിക്കാൻ റെഡിയാണ് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ദെൻ സെൽഫ് ആക്ച്വലൈസിങ് വ്യൂ ഈസ് ദ ബേസിസ് ഓഫ് ദിസ് സ്കൂൾ. ഈ ഒരു തോട്ടിൻ്റെ ഈ ഒരു തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസിങ് വ്യൂ ആണ്. അതായത് സ്വയം പര്യാപ്തത വഹിക്കുക അല്ലെങ്കിൽ സ്വയം പര്യാപ്തരാവുക, ഓരോ എംപ്ലോയീസും സ്വയം പര്യാപ്തരാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസ് ആയിട്ട് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് വ്യൂ, മോട്ടീവ്സ് ഫോൾ ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ദാറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദെയർ ഇമ്പോർട്ടൻസ് ആൻഡ് എംപ്ലോയി സീക്സ് ടു സെൽഫ് ആക്ച്വലൈസ് ഓൺ ദി ജോബ്. നമ്മൾ പിന്നെ ന്യൂ ക്ലാസിക്കൽ അപ്രോച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഹ്യൂമൻ ബിഹേവിയറൽ അപ്രോച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ എംപ്ലോയീസും ഓരോ ഇൻഡിവിജ്വൽസും യുണീക്കാണ്. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ബിലീഫ്സ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ചില ബിഹേവിയറുകളുണ്ട് അല്ലേ. അപ്പോൾ ഓരോരുത്തരും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഓരോരുത്തരെയും നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആയിട്ട് പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ്, അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് അവർക്ക് നൽകുകയും ചെയ്യുന്നതിലൂടെ അവരെ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് അല്ലേ. എംപ്ലോയീസിനെ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അവർ സ്വയം പര്യാപ്തരായിട്ട് അവരുടെ സ്കിൽസ്, അവരുടെ കപ്പാസിറ്റീസ്, അവരുടേതായിട്ടുള്ള ഇമോഷൻസ്, അവരുടേതായിട്ടുള്ള നീഡ്സ് എല്ലാം അച്ചീവ് ചെയ്തിട്ട് ആ ഒരു പൊസിഷനിലേക്ക്, ഏറ്റവും പീക്കായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് നമുക്ക് ആ ഒരു വർക്കേഴ്സിനെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചിലൂടെ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്. ഇഫ് എംപ്ലോയീസ് ആർ അലൗഡ് ടു ബിക്കം സെൽഫ് ആക്ച്വലൈസ്ഡ്, അങ്ങനെ ആ ഒരു പൊസിഷനിലേക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള അല്ലെങ്കിൽ സ്വയം പര്യാപ്തരാകുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഇൻറ്റഗ്രേറ്റ് ദ ഗോൾസ് വിത്ത് ദോസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അവർക്ക് അവരുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ട്, ആ ഗോൾസ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, കോപ്പറേറ്റ് ചെയ്യാൻ അവർ റെഡി ആകും എന്നുള്ളതാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ റെഫേഴ്സ് ടു റീച്ചിങ് വൺസ് പൊട്ടൻഷ്യൽ, ഒരാളുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹയസ്റ്റ് ക്വാളിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് യൂസ് ഓഫ് പേഴ്സണൽ സ്കിൽസ്. അവരുടെ പേഴ്സണൽ സ്കിൽസിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഉപയോഗമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയറിയിൽ പറയുന്നത് എന്താണ്, ഓരോ എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള സ്കിൽസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അവർ ആ സ്കിൽസും അതുപോലെ തന്നെ ആ കപ്പാസിറ്റീസും അവർ ഉപയോഗിക്കാൻ റെഡിയാണ്, അവർ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, വർക്ക് പ്ലേസിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് അവരെ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സ്വയം പര്യാപ്തരാവുക എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് എംപ്ലോയീസിനെ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർ സെൽഫ് ആക്ച്വലൈസേഷൻ ആയിക്കഴിഞ്ഞാൽ, ആ ഒരു പൊസിഷനിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഗോൾസും അവരുടെ ഇൻഡിവിജ്വൽ ഗോൾസും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അവർ വർക്ക് ചെയ്യും. അവരുടെ മാക്സിമം പെർഫോമൻസ്, അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ, അവരുടെ മാക്സിമം പേഴ്സണൽ സ്കിൽസുകൾ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചിലൂടെ പറയുന്നത്. എംപ്ലോയീസ് ഷുഡ് ബി ഗിവൺ ഗ്രേറ്റർ ഫ്രീഡം ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അറ്റ് വർക്ക്. സോ അതുകൊണ്ട് അങ്ങനെ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് നല്ല ഫ്രീഡം നൽകിയിരിക്കണം, അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആ ഒരു വർക്ക് പ്ലേസിൽ കിട്ടിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഈ ഒരു മോഡേൺ ബിസിനസ് സ്കൂൾസിൽ പറയുന്നത്. ദ നെക്സ്റ്റ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയിലേക്ക് വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തിയറിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത് മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയിൽ പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ്
സിസ്റ്റം ആൻഡ് കണ്ടിജൻസി അപ്രോച്ചസ് ടു മാനേജ്മെൻറ്റ്. അതായത് മോഡേൺ മാനേജ്മെൻറ്റ് അപ്രോച്ച് പ്രകാരമുള്ള തിയറീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. മോഡേൺ മാനേജ്മെൻറ്റ് തിയറി ഹൈലൈറ്റ്സ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽ ആൻഡ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദെയർ നീഡ്സ്, മോട്ടീവ്സ്, ആസ്പിറേഷൻസ് ആൻഡ് പൊട്ടൻഷ്യൽ. ആസ് എ റിസൾട്ട്സ് യൂണിവേഴ്സൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് വയബിൾ. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അത് ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻ്റ് ആണ്, ഓരോ ഇൻഡിവിജ്വലും ഡൈവേഴ്സിറ്റി ഉള്ള ആളുകളാണ്, അവരുടെ നീഡ്സിൽ അവർ ഡൈവേഴ്സിഫൈഡ് ആണ്, അല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, മോട്ടീവ്സിൽ അവർ ഡിഫറൻ്റ് ആണ്, ആസ്പിറേഷൻസിൽ അവർ ഡിഫറൻ്റ് ആണ്, പൊട്ടൻഷ്യൽ അവരുടെ കഴിവുകളിൽ അവർ ഡിഫറൻ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്, ഓരോ പിന്നെ എന്താ പറയുക നീഡ്സ് ആണ്, അല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. സോ അവിടെ നമുക്കൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഒരിക്കലും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ ഇമ്പോർട്ടൻറ്റ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് അറൈസിങ് ഔട്ട് ഓഫ് ദി കോംപ്ലക്സ് എംപ്ലോയീസ് വ്യൂ ആർ സിസ്റ്റം തിയറി, കണ്ടിജൻസി തിയറി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഓർ മാത്തമാറ്റിക്കൽ തിയറി. അതുകൊണ്ട് തന്നെ ഈ മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള തിയറീസ് പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു കോംപ്ലക്സിറ്റി എംപ്ലോയീസിൻ്റെ ഇടയിൽ ഉണ്ടായതുകൊണ്ട്, ആ എംപ്ലോയീസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള തിയറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം തിയറി, കണ്ടിജൻസി തിയറി, ക്വാണ്ടിറ്റേറ്റീവ് തിയറി ഓർ മാത്തമാറ്റിക്കൽ തിയറി എന്നുള്ള പേരിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് പറയുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് ആണ് നെക്സ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഓർ മാത്തമെറ്റിക്കൽ അപ്രോച്ചാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ചാണ്. ക്വാണ്ടിറ്റേറ്റീവ് തിയറി എന്ന് പറയാറുണ്ട്, മാത്തമെറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അതിനെ മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് എന്നുള്ളതും പറയാറുണ്ട്. ഓക്കെ, സോ മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാത്തമെറ്റിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് അപ്രോച്ച്. വിഷ്വലൈസ് മാനേജ്മെൻറ്റ് ആസ് എ ലോജിക്കൽ എൻറ്റിറ്റി, ദി ആക്ഷൻ ഓഫ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മാത്തമെറ്റിക്കൽ സിമ്പിൾസ്, റിലേഷൻഷിപ്സ് ആൻഡ് മെഷർമെൻറ്റ് ഡാറ്റ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, മാത്തമെറ്റിക്കൽ അപ്രോച്ച്, ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു ലോജിക്കൽ ആക്ടിവിറ്റിയാണ്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു ലോജിക്കൽ ആക്ടിവിറ്റിയാണ്. മാനേജ്മെൻറ്റിൻ്റെ ഏതൊരു ആക്ഷനും, മാനേജ്മെൻറ്റിൻ്റെ ഏതൊരു വർക്കിനെയും നമുക്ക് മാത്തമെറ്റിക്കൽ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട്, റിലേഷൻഷിപ്സുകൾ ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ മെഷർമെൻറ്റ്സുകൾ ഉപയോഗിച്ചിട്ട്, മെഷർമെൻറ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു ലോജിക്കൽ ആക്ടിവിറ്റിയാണ്, ലോജിക്കൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ ആ ആക്ടിവിറ്റീസിനെ എല്ലാം നമുക്ക് മാത്തമെറ്റിക്കൽ സിമ്പിൾസും മാത്തമെറ്റിക്കലായിട്ടുള്ള മെഷർമെൻറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മാത്തമെറ്റിക്കൽ ഈ അപ്രോച്ചിൽ പറയുന്നത്. ദി പ്രൈമറി ഫോക്കസ് ഓഫ് ദിസ് അപ്രോച്ച് ഈസ് ദ മാത്തമെറ്റിക്കൽ മോഡൽ. Through this device, managerial and other problems can be expressed in basic relationship and where a given goal is sought. The model can be expressed in terms which optimizes that goal. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മാത്തമെറ്റിക്കൽ മോഡലാണ്. മാത്തമെറ്റിക്കൽ സിമ്പിൾസ്, മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസ്, മെഷർമെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസിൽ പിന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. സോ ഈ ഒരു ഡിവൈസ്, ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലംസിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ആ ഒരു ഗോള് അച്ചീവ് ചെയ്യുന്ന തരത്തിലുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മോഡൽ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് മാത്തമെറ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാനും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ആ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് നമുക്ക് കാണാനും സാധിക്കുമെന്നുള്ളതാണ് മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ചിൽ പറയുന്നത്. ദിസ് അപ്രോച്ച് draws many things from the decision theory approach and in fact provides many techniques for rational decision making. മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു അപ്രോച്ച് ആയിട്ടുള്ള ഡിസിഷൻ തിയറി അപ്രോച്ചിലെ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അപ്രോച്ചിൽ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഒരു റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ടെക്നിക്സും മാനേജ്മെൻറ്റ് സയൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് സയൻസിൽ ലീനിയർ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് അനാലിസിസ്, അതുപോലെ ഗെയിം തിയറി, അതുപോലെ ക്യൂയിങ് തിയറി തുടങ്ങിയിട്ടുള്ള മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് മാത്തമെറ്റിക്കലി നമുക്ക് കണ്ടെത്താൻ ഈ ഒരു മാനേജ്മെൻറ്റ് സയൻസ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസം വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാത്തമെറ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്ക്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസമാണ്, അല്ലേ? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് അതിനെ ഡീൽ ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസമായിട്ട് കാണുകയും അത് മാത്തമെറ്റിക്കൽ ടൂൾസും മാത്തമെറ്റിക്കൽ ടെക്നിക്സുകളും ഉപയോഗിച്ചിട്ട് ആ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ കാണാനും മാനേജ്മെൻറ്റ് സയൻസിൽ
സയൻസ് അപ്രോച്ചിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് മാത്തമെറ്റിക്കൽ സിമ്പിൾസ് ആൻഡ് ഡാറ്റ. മാത്തമെറ്റിക്കൽ സിമ്പിൾസും അതുപോലെ തന്നെ ഡാറ്റാസും ഉപയോഗിച്ചിട്ട് മാനേജ്മെൻറ്റ് പ്രോബ്ലംസിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദിസ് എവറി മാനേജറിയൽ ആക്ടിവിറ്റി ക്യാൻ ബി ക്വാണ്ടിഫൈഡ്. എല്ലാ മാനേജറിയൽ ആക്ടിവിറ്റിയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ചിൽ പറയുന്നത്. ഓക്കെ, എല്ലാ മാനേജറിയൽ ആക്ടിവിറ്റീസിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ, അതായത് നമ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ സിമ്പിൾസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതിനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ദിസ് അപ്രോച്ച് കവേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. This approach covers decision making, systems analysis and some aspect of human behavior. ഈ ഒരു അപ്രോച്ചിൽ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം അനാലിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ചില ആസ്പെക്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അപ്രോച്ചിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ പറയുന്ന ഓപ്പറേഷൻ റിസർച്ച്, മാത്തമെറ്റിക്കൽ ടൂൾസ്, സിമുലേഷൻ, മോഡൽസ് എക്സെട്ര ആർ ദി ബേസിക് മെത്തഡോളജീസ് ടു സോൾവ് മാനേജറൽ പ്രോബ്ലംസ്. മാനേജറൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു ബേസിക് മെത്തഡോളജീസ് ആയിട്ട് പറയുന്ന ഒന്ന് ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടെക്നിക്സുകൾ പറയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പിന്നെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില മെത്തേഡ്സ് ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മാത്തമെറ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിമുലേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു മോഡൽസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മാത്തമെറ്റിക്കൽ മോഡൽസും മാത്തമെറ്റിക്കൽ ടൂൾസും ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനേജീരിയൽ പ്രോബ്ലംസിന്, മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് ഈ ഒരു അപ്രോച്ചിൽ സൊല്യൂഷൻ കാണുന്നത്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ദ നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് ദിസ് അപ്രോച്ച് ഡസ് നോട്ട് ഗീവ് എനി വെയിറ്റേജ് ടു ഹ്യൂമൻ എലമെൻറ്റ് വിച്ച് പ്ലേസ് എ റോൾ ഇൻ ഓൾ ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനിലും ഹ്യൂമൻ എലമെൻറ്റുകൾക്ക് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു അപ്രോച്ചിന് ഹ്യൂമൻ എലമെൻറ്റുകൾക്ക് കാര്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. കാരണം ഹ്യൂമൻ റിലേഷൻസിനും ഹ്യൂമൻ ബിഹേവിയറിനും ഒന്നും നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയില്ല. നമുക്കത് എണ്ണിത്തിട്ടപ്പെടുത്താനോ അല്ലെങ്കിൽ അത് നമുക്ക് മാത്തമെറ്റിക്കൽ ടൂൾസോ അല്ലെങ്കിൽ മെഷർമെൻറ്റ്സോ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളതാണ്. സോ അതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇതിന് നൽകുന്നില്ല എന്നുള്ളതാണ്. ദെൻ മറ്റൊന്ന് പറയുന്നത് ഇൻ ആക്ച്വൽ ലൈഫ് മാനേജറിയൽ പേഴ്സണൽ ഹാവ് ടു ടേക്ക് ഡിസിഷൻ ക്വിക്ലി വിത്തൗട്ട് ഫോർ ഫുൾ ഇൻഫർമേഷൻ ടു ഡെവലപ്പ് മോഡൽസ്. അല്ല, ഇപ്പോൾ ആക്ച്വൽ ലൈഫിൽ, പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്ന സമയത്ത് ഒരു മാനേജറിയൽ പേഴ്സണൽ, ഒരു മാനേജറിയൽ അല്ലെങ്കിൽ ഒരു മാനേജർക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും, ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അത് വിത്തൗട്ട് ഗെറ്റിംഗ് ഫുൾ ഇൻഫർമേഷൻ, അല്ലെ, അതായത് ഫുൾ ഇൻഫർമേഷൻ കിട്ടാതെ തന്നെ ചില മോഡൽസ് ഡെവലപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും കിട്ടാതെ തന്നെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും, ഡിസിഷൻസ് എടുക്കേണ്ടി വരും എന്നുള്ളതാണ് അല്ലേ. പക്ഷേ നമുക്കൊരിക്കലും ഫുൾ ഇൻഫർമേഷൻസ് കിട്ടാതെ നമുക്ക് ഈ മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ചിൽ നമുക്ക് മോഡൽസ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് സൊല്യൂഷൻ കാണാനോ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇതിന് മൂന്നാമതായിട്ട് പറയുന്നത് വേരിയസ് മാത്തമെറ്റിക്കൽ ടൂൾസ് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ബട്ട് ഡിസിഷൻ മേക്കിംഗ് ഈസ് വൺ പാർട്ട് ഓഫ് മാനേജറിയൽ ആക്ടിവിറ്റീസ്. മാനേജ്മെൻറ്റ് ഹാസ് മെനി അതർ ഫങ്ഷൻസ് ദാൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ മാത്തമെറ്റിക്കൽ ടൂൾസ് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ, അത് ശരിയാണ്. പക്ഷേ മാനേജീരിയൽ ആക്ടിവിറ്റീസിൽ ഒരു പാർട്ട് മാത്രമാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതല്ലാതെ മറ്റു ഒരുപാട് ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റിന് വരുന്നുണ്ട് അല്ല. മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അത് മാത്രമല്ല ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദിസ് അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് ഓൾ വേരിയബിൾസ് ടു ഡിസിഷൻ മേക്കിംഗ് ആർ മെഷറബിൾ ആൻഡ് ഇൻ്റർഡിപെൻഡൻറ്റ്. ദിസ് അസംഷൻ ഈസ് നോട്ട് റിയലിസ്റ്റിക്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് പ്രകാരം അതിൽ ഒരു അസംഷൻ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ വേരിയബിൾസും മെഷറബിൾ ആണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, നമുക്ക് അത് ക്വാണ്ടിഫയബിൾ ആണ് അല്ലെങ്കിൽ ഇൻ്റർഡിപെൻഡൻ്റ് ആണെന്നുള്ളതാണ്. പക്ഷെ അത് ഒരിക്കലും എന്തല്ല, ശരിയല്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ മെഷർ ചെയ്യാൻ കഴിയില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ മാത്തമെറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് സംടൈംസ് ദ ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ ദ ബിസിനസ് ഫോർ ഡെവലപ്പിംഗ് മാത്തമെറ്റിക്കൽ മോഡൽസ് ഈസ് നോട്ട് അപ് ടു ഡേറ്റ് ആൻഡ് മേ ലീഡ് ടു റോങ് ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് മാത്തമെറ്റിക്കൽ മോഡൽസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കും, പക്ഷെ അത് എല്ലായ്പ്പോഴും അത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിക്കൊള്ളണമെന്നില്ല അല്ലേ. അതിൽ ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും എന്താ പറയുക ഫോൾട്ടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ കറക്ഷൻസ് ആവശ്യമായിട്ട് വന്നേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അത് റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് ആണ് ഈ ഒരു അപ്രോച്ച്, മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ചിൽ പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സിസ്റ്റം അപ്രോച്ചും അതുപോലെ തന്നെ കണ്ടിൻജൻസി അപ്രോച്ചും ഉണ്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.